നമസ്കാരം. നാട്ടുരാജ്യത്തിലേക്ക് സ്വാഗതം. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് 23/2/2025 YMC തൊടുപുഴ ഓഡിറ്റോറിയത്തിൽ ആയിരുന്നു ഈ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. 70 വയസ്സിൽ മുകളിൽ പ്രായം വരുന്ന, ഇന്നും പൂർവാധികം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ കുശലം പറച്ചിലുകളും കോളേജ് കാലഘട്ടത്തിലെ വിശേഷങ്ങളും കണ്ടുമുട്ടലുകളും ഇന്നത്തെ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷന് പല സന്ദേശങ്ങളുമാണ് നൽകുന്നത്. മക്കളും മക്കളുടെ മക്കളും താലോലിച്ച് വളർത്തുന്നവരും ഇതിൽ ചുരുക്കം പേർ മാത്രമാണ്. സകുടുംബസഹിതം ഇന്ത്യയിൽ കഴിയുന്നവർ. ബാക്കിയുള്ളവരുടെ മക്കളും മക്കളുടെ മക്കളും വിദേശ സിറ്റിസൺഷിപ്പിൽ കേരളത്തിലേക്ക് എത്തി നോക്കാൻ സമയമില്ലാത്തവരും ഉണ്ടായിരുന്നു. ഇവരുടെ ജീവിത ശൈലികളും കഥകളും സൂചിപ്പിക്കുന്നത് വരുന്ന തലമുറകൾക്ക് ഈ കേരളം ഇടം നൽകുന്നില്ലാത്ത സാഹചര്യങ്ങൾ, നിരവധി രക്ഷകർത്താക്കൾ ഒറ്റയ്ക്കാവുന്ന വരുന്ന കാലഘട്ടങ്ങൾ, കേരളം വളരെ ദുരനുഭവങ്ങളാണ് വരും തലമുറകളെ കാത്തിരിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ജാതിവർണ്ണ വിവേചനം ഇല്ലാത്ത പഴയ കേരളീയ വിദ്യാഭ്യാസത്തിലൂടെ വലിയൊരു കുടുംബ പശ്ചാത്തല ബന്ധം ഭദ്രമായിട്ട് നിലനിർത്തിയെന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം വളരെ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെന്നും 50 വർഷം കഴിഞ്ഞ ഈ കണ്ടുമുട്ടലിൽ ആ സ്നേഹ ഊഷ്മളത എത്രയേറെ വിലപ്പെട്ടതാണെന്ന് 1967-69 റീയൂണിയൻ കൂട്ടായ്മ വളരെ വിലപ്പെട്ട ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. ആരോഗ്യനിലയിൽ ഇതുവരെ മരുന്ന് കഴിക്കാത്തവരുടെയും മരുന്ന് കഴിക്കുന്നവരുടെയും കുടുംബ പശ്ചാത്തല ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കേരളത്തിൻ്റെ പഴയ രീതിയിലുള്ള ഗുരുശിക്ഷ ബന്ധത്തിൻ്റെ പവിത്രതയും വിഷമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളും സ്വയം ഉൽപ്പാദിപ്പിച്ച് കഴിച്ചതിൻ്റെയും ആത്മപ്രതിമകളായിരുന്നു 72ാമത്തെ വയസ്സിലും ഈ റീയൂണിയൻ സമ്മേളനത്തിൽ പ്രതിഫലിച്ചത്. അതുപോലെ ഈ ഫിലിപ്പും ഫിലിപ്പിന്റെ ഭാര്യയും കൂടെ പൂത്തോട്ടം വഴിക്ക് കോട്ടയത്തിലാണ്. പിന്നെ ഉള്ള സുഗതൻ എന്ന് പറഞ്ഞു, സുഗതിനകത്ത് കാര്യം അറിയാൻ പാടില്ല. സുഗതൻ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ പുള്ളി മഹാരാഷ്ട്ര കോളേജിൽ എറണാകുളം കാലഘട്ടത്തിലെ ജീവനക്കാരായിരുന്നു. അവിടുന്ന് സായന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് LLB പാസ്സായി ഇടിപിടിയെന്ന് മരിച്ചു. മരിച്ച ആളാണ്. ഞാനിവിടെ PDCക്ക് പിടിച്ചിരുന്നു. അതായത് ഏകദേശം നന്നായിട്ട് നല്ല അടിവറച്ച് കയറിയ കൂട്ടത്തിലുള്ള ആളാണ്. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ PDC കഴിഞ്ഞ ഉടനെ തന്നെ ബിസിനസ്സിൽ കയറി. പിന്നെ ഓയിൽ മില്ലായിരുന്നു. ആ ഓയിൽ മില്ല് കഴിഞ്ഞ് സ്വർണ്ണക്കട നടത്തി. സ്വർണ്ണക്കട ചേട്ടന് വിട്ടു കൊടുത്തു. ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഇവരൊക്കെ മുത്തൂറ്റ് ഇവരൊക്കെ വന്നല്ലോ. മുത്തൂറ്റല്ല, മറ്റേ യോസ്കോ ഭീമ ഒരെണ്ണം വന്നപ്പോൾ ചേട്ടന് വിട്ടു കൊടുത്ത് ഞാൻ ഫൈനാൻസിലേക്ക് മാറി. കഴിഞ്ഞ് ഫൈനാൻസ് കഴിഞ്ഞ് എയർപോർട്ട് തുടങ്ങി, പെട്രോൾ പമ്പ് തുടങ്ങി. പിന്നെ ആ ബിൽഡിങ് പണിതു, പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങുകൾ. അങ്ങനെ ആയപ്പോഴത്തേക്കും എനിക്ക് 75 വയസ്സായി. ഞാൻ അറിയാറുണ്ട്. എങ്കിൽ തന്നെയും ഇതിൻ്റെ ഔപചാരികമായ ഭാഗം എന്ന രീതിയിൽ ഞാൻ വിടാം. ഞാൻ 73 കോളേജിൽ നിന്ന് പിരിഞ്ഞു. ഒരു നിങ്ങളാരും ചിരിക്കരുത്, ഒരു സത്യാവസ്ഥ പറയാം. റിസൾട്ട് അറിയുന്നതിന് മുമ്പ് എൻ്റെ മാര്യേജ് നടക്കാൻ രണ്ടുപേരും ലോഡിൻ്റെ അക്കരയ്ക്കരയാണ്. അപ്പം കാരണവന്മാർ ഞങ്ങളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ഇത് മതിയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇത് മതി, ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടോ എന്ന് തോന്നുന്നു. അത് പറ്റില്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കഥകളി അങ്ങനെ അത് പറ്റില്ല, അത് നടക്കടാണ്. അത് കല്യാണം വേണമെങ്കിൽ ഉടനെ വേണം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചോളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് ഞാൻ വിവാഹിതനായി. ഞാനിവിടെ തൊടുപുഴ ഗീതാ പ്രൊഡക്ട്സ് കൊണ്ട് ഒരു കട തുടങ്ങി, ഒരു പ്രസ് തുടങ്ങി. പ്രസ് തുടങ്ങിയ ആ സമയത്ത് ഉടുമ്പന്നൂർക്കാരൻ ഒരാൾ വന്ന് വില്ലേജ് ഓഫീസറാകാൻ വേണ്ടി എന്നെ പരിചയപ്പെട്ട് കരം പിരിക്കാനുള്ള രസീത് എന്നെ കൊണ്ട് അടുപ്പിച്ചു. ഞാൻ അടിച്ചു കൊടുത്തു. പക്ഷേ അവനൊരു ഫ്രോഡായിരുന്നു. അവൻ പോയി കരിമണ്ണൂർ ഉടുമ്പന്നൂർ ഭാഗത്തെല്ലാം ലക്ഷക്കണക്കിന് രൂപ വീടുകൾ പിരിച്ചു കഴിഞ്ഞാൽ പോലീസ് എന്നെ വിളിച്ചു, നിങ്ങളുടെ പ്രസ്സിലാണോ അത് അടിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് വഴി തെറ്റുന്ന കഴിയുമ്പോഴത്തേക്ക് അന്ന് കുറ്റ്യാനി സാറ് DCC പ്രസിഡന്റാണ്. ഞാൻ KSUവിൻ്റെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ കുറ്റ്യാനി സാറിനെ കണ്ടു പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് കേസിൽ നിന്ന് ഒഴിവായി. അതോടുകൂടി പ്രസ് അടച്ചു പൂട്ടി. ഞാൻ
ബോംബെ ചെന്ന കുറച്ച് നാളെ പറ്റിയ വൈഫിന് ഒരു മലയാളം സ്കൂളിൽ കയറി പറ്റി. ഞാൻ പലതും നോക്കിയിട്ടും എനിക്ക് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ അവിടെ എല്ലാം ബോംബെ ചെല്ലുന്നവരെല്ലാം SLC ടൈപ്പും പാസ്സായിട്ടാണ്. ഈ SLC ടൈപ്പും പഠിച്ചവർക്കൊക്കെ ഗ്രാജുവേഷൻ ആയാലേ പ്രൊമോഷൻ കിട്ടും. അങ്ങനെ എനിക്കൊരു ട്യൂട്ടോറിയൽ കോളേജിൽ ഹിസ്റ്ററി പഠിപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് ദിവസം പോയി. അത് ഞാൻ താമസിക്കുന്നിടന്ന് ചെമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ട്രെയിൻ കയറി പോകണം. അങ്ങനെ ട്രെയിൻ കയറാൻ കാശില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നും കളക്ടർ ട്രെയിൻ കയറിയാണ് അപ്പോൾ കൂട്ടിയിരുന്നത്. പറയാം അന്നത്തെ സാഹചര്യം താടിയൊക്കെ ഉള്ള അയാളെ സൂക്ഷിച്ചാൽ മതി. അപ്പം നീ ഇന്നിടത്ത് ഇറങ്ങരുത്, ഇന്നിടത്ത് ഇറങ്ങാവുള്ളൂ. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തു. അങ്ങനെ കുറച്ചാൾ നിന്നപ്പോഴേക്കും എനിക്ക് നാട്ടിൽ നിന്ന് കൂടെ വന്നു. ഞാനപ്പോൾ 73 ഇവിടുന്ന് പോകുന്നതിന് ആരെങ്കിലും പുള്ളിക്കാർക്ക് സർവീസിൽ ഒരു തരാൻ പറ്റിയില്ല. അങ്ങനെ വിട്ടമ്മയായിട്ട് വരികയാണ്. ഞങ്ങൾക്ക് 3 പിള്ളേരാണ് ഉള്ളത്. അതിന് മൂത്ത പെൺകുട്ടിയാണ്. ഒരാള് ഞാൻ മാത്രമല്ല, ബാക്കി എല്ലാവരും അവരവരുടെ ജോലിയൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലായി റിട്ടയർ ചെയ്തു. ഞാൻ വളരെ സജീവമായിട്ട് ഇപ്പോഴും എൻ്റെ ജോലി തുടർന്നുകൊണ്ടേയില്ല. ഒരഭിഭാഷകനായി നമ്മുടെ അവൾ ബൈ പ്രൊഫഷൻ ആ കാലഘട്ടത്തിൽ ഒരു നേഴ്സായിരുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ എൻ്റെ സേവനം മാത്രം മതി എന്ന് വെച്ചു. പ്രൊഫഷണലിൽ ഞങ്ങൾ ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ അധ്യാപകനായിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത്. ഹൈറേഞ്ച് പ്രദേശങ്ങളെല്ലാം തന്നെ സുപരിചിതമാണ് അധ്യാപക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നാട്ടിൽ കല്ലൂർക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് ജന്മപ്രദേശം. അവിടെ ഒരു 26 വർഷം ആ സ്കൂളിലുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ എന്നുള്ള തസ്തികയിൽ റിട്ടയർ ചെയ്തു. ആയിരിക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. 3 തവണ മരണവുമായിട്ട് തൊട്ട് നിന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു പുസ്തകം നിങ്ങൾക്ക് മേടിക്കാം, അറിവ് നിങ്ങൾക്ക് മേടിക്കാനാവില്ല. മരുന്ന് മേടിക്കാം, നിങ്ങൾക്ക് ജീവിതം മേടിക്കാൻ പറ്റില്ല. ഒരു ബെഡ് മേടിക്കാം, പക്ഷെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഒറ്റപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് നന്മയാവുന്ന പല ഉപദേശങ്ങളും അവരുടെ ജീവിത പരിചയങ്ങളുമാണ് നമുക്കൊരു പാഠ്യപുസ്തകമായി നൽകിയത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.